അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുതരവും ഗൗരവപരവുമായ ഒരു സ്വഭാവമാണ്. അത് വളരെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുമെന്നതാണ്. ഓക്കെ, നിറയെ ആളുകളുമായി പോകുന്നൊരു ബസ്, ആ ബസ്സിലെ ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ ആ ബസ് അപകടത്തിൽപ്പെടും. അപകടത്തിൽപ്പെടുന്നതോടുകൂടെ എത്ര ജീവനുകളാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. ഒരു ചെറിയൊരു നേരിയൊരു അശ്രദ്ധ. നോക്കിയേ, നൂറുകണക്കിന് ആളുകളുമായി പോകുന്ന, ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റിലെ പൈലറ്റ്, അയാൾ ഒരു ചെറിയൊരു അശ്രദ്ധ വരുത്തിയാൽ എത്ര ജീവനുകളാണ് നഷ്ടമാകുന്നത്, എത്ര പേരുടെ പ്രതീക്ഷകളാണ് നഷ്ടമാകി പോകുന്നത്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ അശ്രദ്ധനായാൽ ആ വിദ്യാർത്ഥിയുടെ ഭാവി എത്ര ഗുരുതരമായ വീഴ്ചകളും പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും. ഒരു പ്രബോധനം നടത്തുന്ന ഒരാളുടെ അശ്രദ്ധ മൂലം എത്ര ആളുകൾ വഴികേടിലായി പോകും. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലിയിൽ അശ്രദ്ധനായാൽ അയാളുടെ ഉടമസ്ഥൻ അതല്ലെങ്കിൽ അയാളുടെ മേലധികാരി കൃത്യമായും കണക്ക് പറയണം, അതല്ലെങ്കിൽ അയാൾ ദരിദ്രനായി തീരും. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൊഴിലിൽ അശ്രദ്ധനായാൽ അയാളുടെ മേലധികാരി ഉത്തരം പറയേണ്ടതിനോടൊപ്പം തന്നെ അയാളുടെ ഉപജീവന മാർഗത്തിൽ, ആ ജോലിക്കാരൻ്റെ ഉപജീവന മാർഗത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കുന്നത് പോലെ നിസാരമല്ല അശ്രദ്ധ എന്നുള്ളത്. ഗുരുതരമാണ്, ഗൗരവപരമാണ്. അശ്രദ്ധമായി നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ മുച്ചൂടം നശിപ്പിക്കാനും ഈ അശ്രദ്ധ പര്യാപ്തമാണ്. അശ്രദ്ധനായി പോകരുത്. അശ്രദ്ധ ജീവിതത്തെ നശിപ്പിച്ചു പോകും. നേരിയൊരു അശ്രദ്ധ പോലും നമ്മുടെ ജീവിതത്തെ വല്ലാത്ത ചതിക്കുഴികളിലേക്കും അതോടൊപ്പം തന്നെ പ്രയാസങ്ങളിലേക്കും നിരന്തരമായ ദുഃഖങ്ങളിലേക്കും നമ്മളെ തള്ളിവിടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അശ്രദ്ധ പാടില്ല. അശ്രദ്ധ എന്ന സ്വഭാവം പൈശാചികമാണ്, ഗൗരവപരമാണ്, ഗുരുതരമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഡോക്ടറുടെ അശ്രദ്ധ രോഗിയുടെ ജീവനെ നശിപ്പിക്കുമെന്നുള്ളതാണ്. നിങ്ങളൊക്കെ പത്രത്തിലും മറ്റുമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം. ഗുരുതരമായ രോഗവുമായി തൻ്റെ മുന്നിലേക്ക് വന്ന ഒരു രോഗി, ആ രോഗിയെ കൃത്യമായി പരിഗണിക്കാതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ. പിന്നീട് എല്ലാവരുടെയും ഇടപെടലുകൾ ശക്തമായപ്പോഴാണ് അയാൾ വന്നത്. അയാൾ വന്ന് നോക്കിയപ്പോഴോ രോഗിയുടെ ആയുസ് തീർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡോക്ടറുടെ നിസ്സാരമായ ഒരു അശ്രദ്ധ ആ രോഗിയുടെ ജീവൻ നശിപ്പിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അശ്രദ്ധന്മാരായ ഒരു വിഭാഗം ആളുകൾ, അവർ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവരാണ്. കണ്ണുകളുണ്ട്, കാതുണ്ട്, ഹൃദയമുണ്ട്. പക്ഷേ ഈ കണ്ണുകൾ കൊണ്ട് അവർ നേരായത് കാണുകയോ കാര്യങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയോ ചെയ്യാത്തവരാണ്. അവർക്ക് ചെവിയുണ്ട്, പക്ഷേ ആ ചെവി നിമിത്തമായി അവർ അശ്രദ്ധരാണ്. കേൾക്കേണ്ടതൊന്നും അവർ കേൾക്കുകയില്ല. കേൾക്കേണ്ടതെല്ലാം അശ്രദ്ധമായി കളയുന്നവരാണ്. കണ്ടതും കേട്ടതും കൃത്യമായി മനസ്സിലാക്കി അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അത്തരം ആളുകൾ ചെയ്തില്ല. അവരുടെ ഹൃദയവും അശ്രദ്ധമാക്കി കളഞ്ഞു. അള്ളാഹു പറഞ്ഞു, ഉലൈക കൽ അൻആം, ഇത്തരം ആളുകൾ മൃഗത്തെ പോലെയാണ്. പക്ഷെ അള്ളാഹുവിടെ നിർത്തിയില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. ഒരുപക്ഷെ മൃഗത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും മൃഗങ്ങൾക്ക് നാണക്കേടുണ്ടാകും. കാരണം മൃഗങ്ങൾ തന്നെ നമ്മൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ
ഇവിടെ വാ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അടുത്തേക്ക് ഓടി വരാറുണ്ട്. നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടെ വീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ ബൽഹും അവൽ, മൃഗത്തെ പോലെയല്ല, അതിനേക്കാൾ അവർ തരംതാണവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധന്മാരുമാണ്. കണ്ടോ, അശ്രദ്ധന്മാരായ ആളുകൾ, ജിന്നി വിഭാഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ വിഭാഗം, അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ അശ്രദ്ധമായി കഴിഞ്ഞുകൂടുന്ന ഈ വിഭാഗം നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവരാണ്. കണ്ടോ, ഗൗരവപരമാണ്. ഈ ദുനിയാവിലും ഗൗരവമാണ്, ആഖിറത്തിലും ഗൗരവമാണ്. ദുനിയാവിലും നമ്മളെ അശ്രദ്ധ നശിപ്പിക്കും, പരലോകത്തും നമ്മളെ നശിപ്പിക്കുമെന്നുള്ളതാണ്. ആയതിനാൽ അശ്രദ്ധയുണ്ടാകാൻ പാടില്ല. അശ്രദ്ധയുണ്ടാകാനിടയുള്ള ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം ശ്രദ്ധയോടെ നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ള എല്ലാ സംഗതികളും ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡ്രൈവർ ചീറിപ്പാഞ്ഞു പോവുകയാണ്. അയാളുടെ മുന്നിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞു വന്നാൽ അയാൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം നിന്റെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് ഇനി വേറെ വാഹനങ്ങൾ പോകാനുണ്ട്. അതുകൊണ്ട് നീ നിൽക്കണം, ഇല്ലെങ്കിൽ അവർക്കും നിനക്കും അപകടമാണ്. അവൻ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ അവൻ്റെ ജീവൻ ഹനിക്കപ്പെടും, അതിലുള്ളവരുടെ ജീവൻ നഷ്ടമാകും. ഹമ്പുകൾ വളവിനെ സൂചിപ്പിക്കുന്നത്, കയറ്റത്തെ സൂചിപ്പിക്കുന്നത്, ഇറക്കത്തെ സൂചിപ്പിക്കുന്നത്, അങ്ങനെ എത്ര 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 ഓർമ്മപ്പെടുത്തലുകളാണ്. അത് ഓരോ സ്ഥലങ്ങളിലുമുണ്ട്, ഓരോരുത്തർക്കുമുണ്ട്. നോക്കൂ, അശ്രദ്ധയുടെ ഇടങ്ങൾ എവിടെയെല്ലാം വരാനുണ്ടോ അവിടെയെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പലയിടങ്ങളിലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങൾ, ഓർമ്മപ്പെടുത്തുന്ന ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന കുറേ സംഗതികൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നാമൊക്കെ വലിയ ജോലി തിരക്കുമായി ബന്ധപ്പെടുന്നവരാണ്, ധാരാളം തിരക്കുകളുണ്ട്, ബിസിയാണ്. അപ്പോൾ തിരക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് സമയമായാൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പള്ളിയിൽ നിന്നും വാങ്ക് വിളിക്കും. കണ്ടോ, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഡ്രൈവറെ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ലൈറ്റ് കാണിച്ച് ഓർമ്മപ്പെടുത്തിയതുപോലെ, ഹമ്പ് കാണിച്ച് ഓർമ്മപ്പെടുത്തിയതുപോലെ, വളവിൻ്റെ സൂചകങ്ങൾ കയറ്റവും ഇറക്കവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി തിരക്കുകളിൽ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നമുക്ക് വാങ്ക് നൽകുകയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എത്ര എത്ര ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നത്. പരലോകത്തെക്കുറിച്ച് മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ ഒരു ജനാസ കൊണ്ടുപോകുമ്പോൾ നീയും ഇതുപോലെ ജനാസയായി കൊണ്ടുപോകപ്പെടും. അതുകൊണ്ട് നീ പരലോകത്തെ ഓർക്കണമെന്ന് നമ്മുടെ മുന്നിലൂടെ ഓർമ്മപ്പെടുത്തലുകൾ. പ്രിയപ്പെട്ടവരെ, ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി. ആ അനുഗ്രഹങ്ങൾ മതിമറന്ന് ജീവിക്കുമ്പോൾ പരിമിതികളുള്ള ആളുകളെ നമ്മുടെ മുന്നിൽ അള്ളാഹു എത്തിക്കും. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത, കാലിന് മുടന്തുള്ള, അംഗപരിമിതരായ ആളുകൾ, ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളെയൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിക്കും അള്ളാഹു. ഇതെല്ലാം നിനക്ക് നൽകുമ്പോഴും ഇതുപോലെ ഇത്തരത്തിൽ നൽകപ്പെടാത്ത ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അള്ളാഹു നൽകിയതാണ്, ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ. പക്ഷേ നാം ഈ ഓർമ്മപ്പെടുത്തലുകൾ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ രൂപത്തിൽ നമ്മളെ ശിക്ഷിക്കുമെന്നുള്ളതാണ്. അത്തരം ആളുകൾ, ധാരാളം അനുഗ്രഹങ്ങൾ ഇടതടവില്ലാതെ ജീവിതത്തിൽ നൽകിയ ധാരാളം ആളുകൾ, അവർ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ മതിമറന്നുകൊണ്ട് ആളുകളെ ഉപദ്രവിച്ച് അള്ളാഹുവിനെ കൃത്യമായി വഴങ്ങാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളുമായി ബന്ധപ്പെടാതെ വന്നപ്പോൾ അള്ളാഹു പറയുന്നു, فَانْتَقَمْنَا مِنْهُمْ فَأَغْرَقْنَاهُمْ فِي الْيَمِّ بِأَنَّهُمْ كَذَّبُوا بِآيَاتِنَا وَكَانُوا عَنْهَا غَافِلِينَ. അത്തരം ആളുകൾ അശ്രദ്ധരായി കഴിഞ്ഞുകൂടി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ ആയാത്തുകൾക്ക് ചെവിക്കൊടുക്കാതെ അവർ അശ്രദ്ധമായി, അഹങ്കാരികളായി, അവർ അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും അവൻ്റെ ആയാത്തുകളെയും എല്ലാം കളവാക്കിക്കൊണ്ട് അശ്രദ്ധന്മാരായി ജീവിച്ചപ്പോൾ അള്ളാഹു അവരോട് പ്രതികാര നടപടിയെടുക്കുകയാണ്. എങ്ങനെയാണ്? ഫഅഗ്റഖ്നാഹും ഫിൽ യം, അള്ളാഹു അവരെ സമുദ്രത്തിൽ മുക്കിക്കൊന്നു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ മുന്നിലൂടെ നൽകുന്നു.
നാം വലിയ സുഖത്തിലും സൗകര്യത്തിലും എല്ലാ നിലയിലുള്ള ആഡംബര സുഖിമാനായി കഴിയുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ, നാം അറിയുന്ന ഇടങ്ങളിൽ, നാം കാണുന്ന ഇടങ്ങളിലൊക്കെ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകി ഓർക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ. അശ്രദ്ധരായി പോകരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അശ്രദ്ധമായി ജീവിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവനെപ്പോഴും ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലയിടങ്ങളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ, പ്രകൃതിയിലൂടെ, ആത്മീയമായി, ഭൗതികമായി, നമ്മുടെ ശരീരത്തിലൂടെ, നമ്മളെ അടുത്തുള്ളവരിലൂടെ എല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അശ്രദ്ധരാകരുത്, ഗുരുതരമാണ്, ഗൗരവപരമാണ്, പൈശാചികമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിലേക്ക് കടന്നു വരാനുള്ള പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിന്നും അശ്രദ്ധരായ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പരിശുദ്ധമായ ശ്രേഷ്ഠകരമായ ശഅബാൻ മാസത്തെ നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അൻ ഉസാമത ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, ശഅബാൻ മാസത്തിൽ അങ്ങ് ഇത്രയേറെ നോമ്പ് പിടിക്കുന്നതായി, ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് പിടിക്കുന്ന നമ്മൾ കാണുകയാണ്. മറ്റിതര മാസങ്ങളിൽ നോമ്പ് പിടിക്കുന്നതിനേക്കാൾ അങ്ങ് ഈ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ശഹ്റുൻ യഗ്ഫുലു الناس عنه ബൈന റജബിൻ വ റമളാൻ. റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി കഴിയുന്നൊരു മാസമാണിത്. ആയതിനാൽ ആ മാസത്തെ അശ്രദ്ധമാക്കി കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നബി തങ്ങൾ പറയുകയാണ്. റജബ് വന്നപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അള്ളാഹുവെ, പരിശുദ്ധമായ റജബിത ആഗതമായിരിക്കുന്നു. ആ റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണം, റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമെന്ന് റജബ് മാസം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ദുആ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ശഅബാനായപ്പോൾ, റജബിൽ നമ്മൾ ശ്രദ്ധയോടെ ആ ശഅബാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇബാദത്ത് എടുക്കാൻ തുടങ്ങി. റജബ് മാസം കഴിഞ്ഞപ്പോഴോ, റമളാൻ മാസം ഇനി വരാനുള്ളതല്ലേ, അതുകൊണ്ട് ഇനി ഒന്ന് വിശ്രമിക്കാമെന്നെല്ലാം കരുതിക്കൊണ്ട് ഇനിയിപ്പോൾ റമളാൻ വരും, അപ്പോൾ ഇബാദത്തൊക്കെ എടുക്കാം, നിസ്കരിക്കാനുള്ളതല്ലേ, നോമ്പെടുക്കാനുള്ളതല്ലേ, ഇഷ്ടംപോലെ ഖുർആനൊക്കെ ഓതണം, പിന്നെ റജബിൽ നോമ്പും അതും ഇതൊക്കെ എടുത്തു, ഇനിയിപ്പോൾ ശഅബാൻ അതിപ്പോൾ അങ്ങ് പോയിട്ട് ഇനിയിപ്പോൾ റമളാൻ വരുമല്ലോ എന്ന് അശ്രദ്ധമാക്കി ആളുകൾ കളയുന്നതാണ്. കണ്ടോ, അശ്രദ്ധയുടെ ഇടങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ശ്രദ്ധാകുലരാകണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. റജബ് ശ്രദ്ധയോടെ കണ്ടു, ശഅബാൻ മാസത്തെ അശ്രദ്ധമാക്കി കളയുന്നു. റമളാൻ മാസം വരുമ്പോൾ ശ്രദ്ധയോടെ പോകും. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ശഅബാൻ മാസത്തെ നാം അശ്രദ്ധമാക്കി കളയരുത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഈ ദുനിയാവ് കാണിച്ചുകൊണ്ട് പരലോകത്തെ നമ്മളെ അശ്രദ്ധമാക്കി കളയുകയാണ്. നമ്മുടെ ഈ ജീവിതം ഇനിയും ധാരാളം ജീവിക്കാനുണ്ട്. ഞാൻ വലിയ വയസ്സൊന്നുമായിട്ടില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ മുടിയൊന്നും നരച്ചിട്ടില്ല, എനിക്ക് സൗകര്യങ്ങളുണ്ട്, സുഖമുണ്ട്, ഒരു പ്രശ്നവുമില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ജീവിതം കാണിച്ചുകൊണ്ട് നമ്മുടെ മരണത്തെ നമ്മളെ തൊട്ട് മറപ്പിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഖവും സൗകര്യങ്ങളുമൊക്കെയുള്ള നമ്മുടെ വീട്, ആ വീട്ടിലേക്ക് കയറുമ്പോൾ മരണമെന്ന, അതല്ലെങ്കിൽ ആ പച്ച മണ്ണിൽ പോയി കിടക്കേണ്ടതാണ് എന്നുള്ള ചിന്ത നമ്മളിൽ നിന്നും അശ്രദ്ധമാക്കി കളയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്ത് നമുക്ക് നേരിടാനുള്ള വിചാരണയെ തൊട്ട് അശ്രദ്ധമാക്കി കളയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അശ്രദ്ധമാക്കി കളയാൻ ഇടവരരുത്. നമ്മുടെ ഈ ദുനിയാവ് നാളെ ആഖിറത്തിന് മുന്നോടിയായിട്ടുള്ള ജീവിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ശ്രദ്ധയോടെ നാം പെരുമാറുമ്പോഴാണ് ആഖിറം നമുക്ക് ഉപകാരപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതം അന്വർത്ഥമാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോഴും ഇതുപോലെ എനിക്ക് മറ്റൊരു വീട്ടിൽ കിടക്കേണ്ടതാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞതുപോലെ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും എനിക്കും പച്ച മണ്ണിൽ പോയി കിടക്കേണ്ടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അന്വർത്ഥമാകുന്നത്. അശ്രദ്ധയെ വെടിയുമ്പോഴാണ് നാം തീർച്ചയായും പക്വമതികളായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ശ്രദ്ധയുള്ള എല്ലാ വിഷയത്തിലും ദുനിയാവിൻ്റെയും
ഭൗതികമായ വിഷയങ്ങളും ആത്മീയമായ വിഷയങ്ങളിലുമെല്ലാം നാം ശ്രദ്ധയോടെയായിരിക്കണം പോകേണ്ടത്. അശ്രദ്ധമായി പോയാൽ നമ്മുടെ ജീവിതത്തെ മുച്ചൂടം നശിപ്പിച്ച് കളയും. അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഏതാണെങ്കിലും അശ്രദ്ധ ഒരു നേരിയ തോതിലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപോയാൽ തീർച്ചയായും നാം നാശത്തിൻ്റെ വക്കിലേക്ക് എത്തി നാം തുടർന്ന് നശിച്ച് മുച്ചൂടം നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. നാഥനായ റബ്ബ് കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. ഒരു വിഭാഗം ആളുകൾ ലാ യർജൂന ലിഖാഅന, അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ അവർ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിങ്ങനെ അങ്ങ് ജീവിക്കും, ഇങ്ങനെ ഇപ്പോൾ മരിക്കുമ്പോൾ അങ്ങ് മരിക്കട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം. ലാ യർജൂന ലിഖാഅന, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. തോന്നിയതുപോലെ ഇഷ്ടാനുസരണം അവരിങ്ങനെ ജീവിക്കുകയാണ്. നന്മയും തിന്മയും വേർതിരിവില്ല, അനുവദനീയവും അതോടൊപ്പം തന്നെ ഹറാമുമായ കാര്യങ്ങൾക്കിടയിൽ വേർതിരിവില്ല. നാളെ ഇതൊക്കെ ചെയ്താൽ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഈ ദുനിയാവിൻ്റെ അതല്ലെങ്കിൽ ഈ ഭൗതികമായ ജീവിതത്തിൽ തൃപ്തി അടയുന്നവരാണവർ. ഇത് ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടാതെ എന്ത് കിട്ടിയാലും അതിനനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്ന, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തീർച്ചയായും വത്മഅന്നു ബിഹാ, അത്തരം ആളുകൾ അവർ ഈ ദുനിയാവിൻ്റെത് കൊണ്ടങ്ങ് തൃപ്തിപ്പെടുകയാണ്. എനിക്ക് വീടുണ്ടല്ലോ, വാഹനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എനിക്കെല്ലാമുണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളുമുണ്ട്, ആരുടെ മുന്നിലും എനിക്ക് തലകുനിക്കേണ്ടുന്ന അവസ്ഥയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ പൊങ്ങച്ചും പ്രൗഢിയൊക്കെ കാണിച്ച് നാളെ മരണപ്പെടുമെന്നുള്ള ചിന്തയില്ലാതെ അശ്രദ്ധമായി ഈ ഭൗതികമായ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തൊട്ട് അശ്രദ്ധമായി കഴിഞ്ഞുകൂടുകയാണ് അവർ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരുടെ മുന്നിൽ ഒതുക്കേൽപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയപ്പെട്ടാൽ, ആഖിറത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞാൽ അവർ ഗാഫിലുകളാണ്, അശ്രദ്ധമായി കഴിയുകയാണ്. അള്ളാഹു പറയുന്നു, ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ, അവർ അത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ബദലായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീർച്ചയായും അവർക്ക് അവരുടെ താവളമാക്കി വെച്ചിരിക്കുന്നത് നരകമാണ്. ഭയാനകതകൾ നിറഞ്ഞ, ക്ലേശങ്ങൾ നിറഞ്ഞ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമാകാത്ത, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ആ നരകമായിരിക്കും അവരുടെ താവളമെന്നാണ് അള്ളാഹു പറയുന്നത്. ബാങ്ക് കേൾക്കുമ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറ്റിന് ജീവിക്കുന്ന ആളുകൾ, പൈസ കിട്ടിയിട്ട് അത് പാവങ്ങളുടെ വിഹിതം നൽകാതെ ഇതെല്ലാം എനിക്കുള്ളതാണ്, എൻ്റെ ശേഷിയും ക്ഷേമുഷിയും ഒക്കെയാണ് ഇതിൻ്റെ കാരണം, എൻ്റെ വിയർപ്പാണ്, എൻ്റെ രക്തമാണ്, ഞാൻ വിയർപ്പാക്കി അധ്വാനിച്ചതാണെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അശ്രദ്ധമായി കഴിഞ്ഞുകൂടുന്നവർ, ബാങ്ക് കേൾക്കുമ്പോൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ആളുകൾ, അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടുന്ന ആരോഗ്യവും പ്രായവും ഒക്കെ ആയിട്ടും തീർച്ചയായും എനിക്കിനിയും അതിനൊന്നും സമയമൊന്നും ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അശ്രദ്ധമായി കഴിയുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അത്തരം ആളുകൾ അള്ളാഹു പറഞ്ഞതുപോലെ അശ്രദ്ധ എന്നത് ഇത്തരത്തിൽ നമ്മളെ കൊടിയ ശിക്ഷകൾക്ക് വിധേയമാകുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കാൻ പര്യാപ്തമായതാണ് എന്നാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ മാസം ശ്രദ്ധയോടെ കാണേണ്ടുന്ന മാസമാണ്. എല്ലാവരും അശ്രദ്ധമായി കഴിഞ്ഞുകൂടുമ്പോൾ നാം അശ്രദ്ധയിൽ പെട്ടുപോകരുത്. അശ്രദ്ധയുള്ള ആളുകൾക്ക് നരകമാണ് സങ്കേതമായി അള്ളാഹു പറഞ്ഞത്. അശ്രദ്ധയുടെ ആളുകൾ മൃഗത്തേക്കാൾ താഴ്ന്നവരാണെന്നാണ് പറഞ്ഞത്. അശ്രദ്ധ കാണിച്ച ഒരു വിഭാഗത്തെ അള്ളാഹു സമുദ്രത്തിൽ മുക്കിക്കൊന്നു കളഞ്ഞു എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അശ്രദ്ധമാകരുത് എന്ന് പറഞ്ഞ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ അശ്രദ്ധമാകാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുത്ത് കഴിയുന്നത്ര നോമ്പ് പിടിച്ച്, അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണങ്ങൾ നടത്തി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സൽക്കർമ്മം ധാരാളമായി ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ശ്രദ്ധയുള്ള മാസമായി നാം ഓരോരുത്തരും ഈ ശഅബാനെ കാണണം. നാഥനായ റബ്ബ് അപ്രകാരം ഈ ശഅബാനിനെ ശ്രദ്ധയോടെ പരിചരിച്ച് ധാരാളം ഇബാദത്തുകൾ ചെയ്ത് നമ്മളിലേക്ക് ആഗതമാകാൻ പോകുന്ന
അതിഥിയായി നമ്മളിലേക്ക് എത്താൻ പോകുന്ന പരിശുദ്ധമായ റമളാനിനെ ഏറ്റവും നിഷ്പ്രയാസമായ, ഏറ്റവും സന്തോഷദായകമായ അവസ്ഥയിൽ അതിനെ സ്വീകരിച്ച് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി അനുകൂലമായ സാക്ഷി പറയുന്നതാക്കി മടക്കി അയക്കാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുതകുന്ന പരിശീലന കളരിയായി ഈ റജബിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രദ്ധാലുക്കളിൽ അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.